കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. ഹലോ ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എംകോം സെക്കൻഡ് സെമ്മിലെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദി പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ട് വരുന്ന MCO 22, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം, അതായത് നമ്മളിപ്പം ഇനി വരുന്ന ജൂൺ 2024 എക്സാംസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കി പോവേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ജനറൽ അനാലിസിസിന്റെ ബേസിസിൽ, അതായത് ഡിസംബർ 2022 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസിഷൻ എൻവയോൺമെന്റ് സ്റ്റേറ്റ്സിനെ കുറിച്ചും, അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ, റിലേഷൻഷിപ്പ് മീൻ മോഡ് മീഡിയൻ, അതുപോലെ തന്നെ ഡിസിഷൻ തിയറീസ്, ഡിസിഷൻ ട്രീ അപ്രോച്ച്, അതുപോലെ കോറിലേഷൻ, അതിന്റെ ടൈപ്സ് ആൻഡ് സ്കാറ്റർ ഡയഗ്രാം, പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ മെത്തേഡ്സും, അതുപോലെ തന്നെ പ്രോബബിലിറ്റി കാൽക്കുലേഷൻസും, കാൽക്കുലേഷൻ ഓഫ് സ്ക്യൂനസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഷോർട്ട് നോട്ടുകൾ, അതായത് ഏതൊക്കെയാണ് കോ ഫാക്ടർ, അതുപോലെ സെൻസസ് വേഴ്സസ് സാമ്പിൾ തുടങ്ങിയ ടോപ്പിക്കുകളിൽ ഷോർട്ട് നോട്ട്സുമാണ് നമുക്ക് ഡിസംബർ 2022 കാണാൻ സാധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി ജൂൺ 2023 കടക്കുന്ന സമയത്ത് ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചു വരുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത് മോഡ്, അതുപോലെ തന്നെ മോഡൽ ക്ലാസ്, അതുപോലെ തന്നെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, ഇതിന്റെ എല്ലാ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സും, അതുപോലെ സ്ട്രാറ്റിഫൈഡ് വേഴ്സസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ, വാല്യൂവിനെ കുറിച്ചും കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഇൻഡിപെൻഡൻസ് ടെസ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ്, അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും റിസർച്ച് ഡിസൈൻ, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് കാൽക്കുലേഷൻ, അതുപോലെ തന്നെ റാൻഡം വേരിയബിളും കോറിലേഷൻ കോഎഫിഷ്യന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഷോർട്ട് നോട്ട്സുകളുമാണ് 2023 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് റിക്കർ ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുവാണെങ്കിൽ നോർമലി നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ടോപ്പിക്സ് തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡ്, അതുപോലെ തന്നെ മോഡൽ ക്ലാസ്, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ മെട്രിക്സ് ആൻഡ് ദെയർ റെപ്രസെന്റേഷൻ, അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസിൽ വരുന്ന മെട്രിക്സ് ആൻഡ് ദെയർ റെപ്രസെന്റേഷൻ, കോഎഫിഷ്യൻ കോറിലേഷന്റെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സാമ്പിൾ സ്ക്യൂനസ് കാൽക്കുലേഷൻ. ഇനി അതുപോലെ തന്നെ ക്വാണ്ടൈൽസ് കാൽക്കുലേഷൻ, അതായത് ക്വാർട്ടൈലും ഡിസൈൽസും പെർസെന്റൈൽസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്, ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്, അതായത് ലോങ് ടേമിലേക്കും മീഡിയം ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വരുന്ന ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ച് വരുന്ന ടോപ്പിക്സ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സിലബസ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ ടോപ്പിക് വൈസ് സിലബസിലോട്ട് കിടക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്നും, അതായത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് 1, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും 8 ക്വസ്റ്റ്യൻസ്, അതായത് 8th ക്വസ്റ്റ്യൻ ഡിസംബർ 2022 സെൻസസ് ആൻഡ് സാമ്പിളിങ്ങിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളൈറ്റ് ടെസ്റ്റിംഗ് ആൻഡ് പ്രീ ടെസ്റ്റിംഗ്, ഇതുമാണ് ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂണിറ്റ് 1 നിന്നും കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ യൂണിറ്റ് 2 വരുവാണെങ്കിൽ
പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 2 നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂണിറ്റ് 3 നിന്നും അരിത്തമെറ്റിക് മീൻ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എമംഗ് മീൻ, മോഡ്, മീഡിയൻ, ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോക്കി പോവേണ്ടത്. ഇനി ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മോഡ്, മോഡൽ ക്ലാസ്, അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് മോഡ്, ഇതെല്ലാം നമ്മൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുവാണെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ് എന്ന യൂണിറ്റിൽ നിന്നും കാൽക്കുലേഷൻ ഓഫ് സ്ക്യൂനെസും, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേഷൻ, അതുപോലെ സാമ്പിൾ സ്ക്യൂനെസ് കാൽക്കുലേഷൻ, സ്ക്യൂനെസ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി ബ്ലോക്ക് 2ലേക്ക് കടക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് 5ൽ നിന്നും ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോബബിലിറ്റി എന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് കൂടുതലും പ്രോബബിലിറ്റി വേഴ്സസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന യൂണിറ്റ്സിൽ നിന്നും ഏതാണ് പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ഫോർ ഡിഫക്റ്റീവ് ഐറ്റംസ് എന്ന ടോപ്പിക്സിൽ നിന്നുള്ള കാൽക്കുലേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 7 കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന യൂണിറ്റിൽ നിന്നും നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. യൂണിറ്റ് 8ലേക്ക് വരുവാണെങ്കിൽ ഡിസിഷൻ തിയറി റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് ആണ് ഡിസിഷൻ ട്രീ അപ്രോച്ചും, അതുപോലെ തന്നെ ഡിസിഷൻ ട്രീസ് എന്താണ് എന്നുള്ളത് ജൂൺ 2023 നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസിഷൻ തിയറി ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ച് രണ്ടും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് 9ൽ നിന്നും സാമ്പിളിംഗ് മെത്തേഡ്സ്, അതായത് സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് നമുക്ക് ജൂൺ 2023ലും അതുപോലെ തന്നെ ഡിസംബർ 2022ലായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 10ലേക്ക് വരുന്ന സമയത്ത് ജൂൺ 2023 സ്കാലർ മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 10ൽ നിന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. യൂണിറ്റ് 11ലേക്ക് കടക്കുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് നമ്മുടെ യൂണിറ്റ് 11. അതിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ, അതായത് പി വാല്യൂ, അതുപോലെ തന്നെ വൺ ടൈൽഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും കാണാൻ സാധിച്ചു. യൂണിറ്റ് 12ലേക്ക് വരുന്ന സമയത്ത് കൈ സ്ക്വയർ ടെസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് ആണ്. അതിൽ എന്താണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ്, ഇത് മൂന്നുമാണ് കണ്ടിന്യൂസ്ലി കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4ലോട്ട് വരുന്ന സമയത്ത് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 4. അതിൽ എന്താണ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന, അതായത് യൂണിറ്റ് 13 ബിസിനസ് ഫോർകാസ്റ്റിംഗിൽ നിന്നും ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്, ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ഡിസിഷൻസ് എടുക്കാനുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ കോറിലേഷൻ യൂണിറ്റിൽ നിന്നും, അതായത് യൂണിറ്റ് 14 കോറിലേഷനിൽ നിന്നും കോറിലേഷൻ എന്താണ്, അതിന്റെ ടൈപ്സും അതിന്റെ സ്കാറ്റർ ഡയഗ്രാംസും ആണ് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ കാൽക്കുലേഷൻ വളരെയധികം ഇമ്പോർട്ടന്റോട് കൂടിയിട്ടുള്ളതാണ്. ഇനി യൂണിറ്റ് 15ലേക്ക് വരുന്ന സമയത്ത് റിഗ്രഷൻ യൂണിറ്റിൽ നിന്നും, അതായത് റിഗ്രഷൻ എന്ന യൂണിറ്റിൽ നിന്നും ഡയറക്ട്ലി കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇൻഡയറക്ട്ലി കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി യൂണിറ്റ് 16ലേക്ക് വരുന്ന സമയത്ത് ടൈം സീരീസ് അനാലിസിസ് ആണ്. അതും എന്താണ്, കമ്പോണൻസ് ഓഫ് ടൈം സീരീസ് മാത്രമാണ് ജൂൺ 2023 ഒരു വൺ ടൈം അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഓവറോൾ നമുക്ക് കവർ ചെയ്ത് വരുന്ന ടോപ്പിക്സ്, അല്ലെങ്കിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എക്സാംസിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്നും കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സിന്റെ കാര്യം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഹൈലി കവേർഡ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് ഈസ് മീൻ, മോഡ് ആൻഡ് മീഡിയൻ, അതുപോലെ തന്നെ സാമ്പിളിംഗ് മെത്തേഡ്സ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്, ഡിസിഷൻ തിയറി, അതുപോലെ തന്നെ കോറിലേഷൻ ആൻഡ് സ്ക്യൂനെസ്, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്, ഇത്രയും ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഹൈ കവറേജ് ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മോഡറേറ്റ്ലി കവേർഡ്, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ഓഫ് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ളതിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്സുകളാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതായത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചുള്ളതും, അതുപോലെ തന്നെ ബിസിനസ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചുള്ള ടോപ്പിക്സും നമുക്ക് മോഡറേറ്റ്ലി കവേർഡ് ടോപ്പിക്സിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ലെസ് കവേർഡ് അഥവാ അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത, അല്ലെങ്കിൽ മോർ ഫോക്കസ് ചെയ്യേണ്ടില്ലാത്ത ഒരു ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസന്റേഷൻസ് ഓഫ് ഡാറ്റയും, അതുപോലെ തന്നെ റിഗ്രഷൻ അനാലിസിസും, കൈ സ്ക്വയർ ടെസ്റ്റും, അതുപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസും ആണ്.
ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്യൂട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റില് MCO 22 എന്ന് പറയുന്ന സബ്ജക്റ്റില് നമുക്ക് കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഡെഫിനേഷൻസും എക്സാമ്പിൾസും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും വേണ്ട കൺസെപ്റ്റുകൾക്ക് എക്സ്പ്ലനേഷൻസ് കൊടുത്തു പോകേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും പ്രതീക്ഷിക്കാവുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസിഷൻ തിയറി, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ്, മെത്തേഡ്സ് എങ്ങനെയായിരിക്കണം അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അതായത് നമുക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കലി നമുക്ക് എക്സാമ്പിൾസ് കൊടുത്തു പോകുന്ന രീതിയിലായിരിക്കണം, അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എക്സാമ്പിൾസ് കൊടുത്തു പോകേണ്ടത്. ഫോർ എക്സാമ്പിൾ സാമ്പിളിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. ഇനി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോബബിലിറ്റീസ്, സ്ക്യൂനെസിന്റെ കാൽക്കുലേഷൻ, കോറിലേഷൻ, അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് ഈസ് മീൻ, മോഡ്, മീഡിയം വരുന്നത്. ഇനി അപ്ലിക്കേഷൻ ലെവൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മോഡും അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടോപ്പിക്സ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഈ പറയുന്ന ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെൻസസ് വേഴ്സസ് സാമ്പിൾ, അതുപോലെ തന്നെ നൾ ഹൈപ്പോത്തസിസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഷോർട്ട് നോട്ടിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു നോട്ടബിൾ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ കാൽക്കുലേഷൻസും എന്ത് വരുന്നുണ്ട്, ഒരു ബാലൻസ്ഡ് ആണ്. അതായത് തിയററ്റിക്കലി ആണെങ്കിലും അതുപോലെ തന്നെ പ്രാക്ടിക്കലി ആണെങ്കിലും ഒരുപോലെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം പേപ്പർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഈ MCO 22 എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഫ്രീക്വന്റ്ലി ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്. അതായത് കൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന മീൻ, മോഡ്, മീഡിയൻ, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിന്റെ ഫൗണ്ടേഷണൽ നോളേജ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫൗണ്ടേഷൻ നോളേജ് ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പം ഈ ഒരു റിക്കറിംഗ് തീംസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രീക്വന്റ്ലി കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ തിയറിയും ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് സമ്മറി എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ കവറേജ് ആൻഡ് എംപസിസ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എവിടെയാണ് നമ്മൾ സ്ട്രോങ് ഫോക്കസ് ചെയ്ത് പോകേണ്ടത്? ഫൗണ്ടേഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലും, അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് കവറേജ് ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ഡിസിഷൻ തിയറി, അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്ലസ് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അത് നമുക്ക് ഷോർട്ട് നോട്ട്സുകളും വേരിയസ് ടോപ്പിക്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇന്റർ റിലേഷൻസ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഇന്റർ റിലേഷൻസ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഡിസിഷൻ തിയറി കൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിലെല്ലാം അതിന് ആ ഒരു ടോപ്പിക്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റോള് ഈ ഒരു കോഴ്സിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം ഈ ഒരു അനാലിസിസ് സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ തിയറി ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കി പോവാം. അതായത് നമ്മുടെ ആ ഒരു മോഡറേറ്റ് ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെല്ലാം ബ്ലോക്സിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ടേബിൾ സമ്മറൈസ് ചെയ്യുന്നത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ബ്ലോക്ക് ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രയാണ് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഈ ഒരു ബ്ലോക്കിൽ നിന്നും കൺസിസ്റ്റന്റ്ലി എന്താണ് ഹയർ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ എക്സാംസിനും കാണാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന ഭാഗത്ത് നിന്നും ഈ ഒരു ബ്ലോക്കിൽ നിന്നും മോഡറേറ്റ് ഫ്രീക്വൻസി ആണ്, അതായത് 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ എക്സാംസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന ബ്ലോക്കിൽ നിന്നും ഫ്രീക്വന്റ്ലി നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓരോ എക്സാംസിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും വേരിയബിൾ ഫ്രീക്വൻസി ആണ്, അതായത് നമുക്ക് ഫിക്സഡ് ആയിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, പക്ഷേ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ജൂൺ 2023 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നും സാമ്പിളിംഗ് മെത്തേഡ്സിന്റെ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇനി ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹയസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ പഠിച്ചു പോകേണ്ട അല്ലെങ്കിൽ കൊടുത്ത് പഠിച്ചു പോകേണ്ട ബ്ലോക്കാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് മെത്തേഡ് എന്ന് പറയുന്നത് വേരിയബിലിറ്റി, അതായത് നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 1 ക്വസ്റ്റ്യൻസ് കുറവായിട്ട് വന്നിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും മോഡറേറ്റ് ആയിട്ടും അതുപോലെ മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആൻഡ് കൺസിസ്റ്റന്റ് കവറേജ് ആണ് ആ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നത്. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക്, അതായത് ബ്ലോക്ക് വൈസ് ആയിട്ട് അനാലിസിസിൽ നിന്നും നമ്മൾ യൂണിറ്റ് വൈസ് അനാലിസിസിലേക്ക് കടക്കുവാണെങ്കിൽ അതിന്റെ ഒരു അതായത് ഒരു ഗ്രാഫ് വൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അക്രോസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും നമുക്ക് വന്നിരിക്കുന്ന മാർക്സ് എത്രയാണ് എന്നുള്ളതുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 1, 3 and 4. അതുപോലെ തന്നെ മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് യൂണിറ്റ് 8ഉം 9ഉം അതുപോലെ തന്നെ 14ഉം. ലോ ഫ്രീക്വൻസി യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് യൂണിറ്റ് 2, 6 അതുപോലെ തന്നെ 10, 12 and 16 എന്ന് പറയുന്നത്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് കവറേജ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കവർ ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്സുകൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സാമ്പിളിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് യൂണിറ്റ് 1ൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി വേരിയബിൾ കവറേജ് എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഏതാണ്? മറ്റുള്ള യൂണിറ്റ്സുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള യൂണിറ്റ്സിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകളാണ് അരിത്തമെറ്റിക് മീൻ. യൂണിറ്റ് 3ൽ നിന്നുള്ള അരിത്തമെറ്റിക് മീൻ ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മോഡ് കൺസിസ്റ്റന്റ്ലി എല്ലാ എക്സാംസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്ക്യൂനെസ്, അതായത് എല്ലാ എക്സാംസിലും പ്രോബ്ലം റിലേറ്റ് ചെയ്താണെങ്കിലും കാൽക്കുലേഷൻ റിലേറ്റ് ചെയ്താണെങ്കിലും തിയറി റിലേറ്റ് ചെയ്താണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. സെൻസസ് ആൻഡ് സാമ്പിൾ എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന യൂണിറ്റിൽ നിന്നും യൂണിറ്റ് 6ൽ നിന്നുള്ള ടോപ്പിക്, അതുപോലെ തന്നെ ഡിസിഷൻ ട്രീ അപ്രോച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി ലോ ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയും അതുപോലെ തന്നെ സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ലെസ് ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് ടാർഗറ്റ് ചെയ്ത് നമ്മൾ നോക്കി പോകേണ്ടത് എന്ന് പറയുന്നത് ക്വാണ്ടൈൽസും അതുപോലെ തന്നെ റെയർലി ആണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ്സ് യൂണിറ്റ് 5ൽ നിന്നുള്ള എസ്റ്റിമേറ്റ്സ് നമുക്ക് കവർ ചെയ്തതായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണുന്നില്ല. മാർജിനൽ അനാലിസിസും ഏത് എക്സാംസിലും നമുക്ക് കണ്ടതായിട്ട് കാണുന്നില്ല. അപ്പം ഹൈ ആൻഡ് മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം, അതായത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു പോവേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ കൊടുത്തു പോവേണ്ടത്. ഇനി ഒരു മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ എന്നുള്ളതിലേക്ക് കടക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് സ്ക്യൂനെസ്, അതുപോലെ തന്നെ മോഡ്, അരിത്തമെറ്റിക് മീൻ, സെൻസസ് ആൻഡ് സാമ്പിൾ, ഡിസിഷൻ ട്രീ അപ്രോച്ച്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, ഇതെല്ലാം. ഇനി ഒരു ഹൈ ടോട്ടൽ മാർക്ക് ബ്ലോക്സ് അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ മാർക്സ് ഇൻക്രീസ് ചെയ്യുന്ന ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്സിൽ നിന്ന് ടോട്ടൽ 60 മാർക്സിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന ടോപ്പിക്സിൽ നിന്നും എന്ന ഭാഗത്ത് നിന്നും 40 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ഭാഗത്ത് നിന്നും 40 മാർക്സിനാണ്
മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസിഷൻ തിയറി എന്ന ഭാഗത്ത് നിന്നും ടോട്ടൽ 40 മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസിന്റെ ഭാഗത്ത് നിന്നും ടോട്ടൽ 60 മാർക്സിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഹൈ മാർക്ക് ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്ക്യൂനസ്, മോഡ്, അരിത്തമെറ്റിക് മീൻ, അതുപോലെ തന്നെ ഡിസിഷൻ ട്രീ അപ്രോച്ച് എന്നിവയാണെന്ന് പറയാം. കൺസിസ്റ്റന്റ് ബ്ലോക്സ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസിഷൻ തിയറി. എല്ലാം എന്താണ് കൺസിസ്റ്റന്റ്ലി നമുക്ക് ഹൈ മാർക്സ് സ്കോർ ചെയ്യാവുന്ന ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്നുള്ള രീതിക്ക് നമുക്ക് പറയുവാണെങ്കിൽ, നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഹൈ മാർക്സ് സ്കോർ ചെയ്യുന്ന ടോപ്പിക്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, തറോലി കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മോഡ് ആൻഡ് മോഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീന്, സ്ക്യൂനെസ്, അതുപോലെ ഡിസിഷൻ തിയറി ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ച്, കോറിലേഷൻ, സാമ്പിളിംഗ് മെത്തേഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു അനാലിസിസ് ഓഫ് പാറ്റേൺ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഒക്യൂറൻസ് എന്ന് പറയുവാണെങ്കിൽ ഏതൊക്കെ എക്സാംസിനാണ് വരുന്നത് എന്ന് നോക്കുവാണെങ്കിൽ, മോഡ് ആൻഡ് മോഡൽ ക്ലാസ്സസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ജൂൺ 2023 അതുപോലെ തന്നെ ഡിസംബർ 2023 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അരിത്തമെറ്റിക് മീൻ, അതുപോലെ തന്നെ സ്ക്യൂനസ്, ഈ പറഞ്ഞ ടോപ്പിക്സുകൾ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാണുന്നതായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്കുകളെ എല്ലാം, അല്ലെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന, നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുന്ന എക്സാംസിനും സജസ്റ്റ് ചെയ്യാവുന്ന ടോപ്പിക്സുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് മോഡ് ആൻഡ് മോഡൽ ക്ലാസ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ, സ്ക്യൂനസ്, അതുപോലെ ഡിസിഷൻ തിയറി ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ച്, കോറിലേഷൻ, അതുപോലെ സാമ്പിളിംഗ് മെത്തേഡ്സ്. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യണം, മസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പം പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ്, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസിന് നമുക്ക് ഇപ്പം ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ, അതായത് മോഡ് ആൻഡ് മോഡൽ ക്ലാസ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് ഡിസംബറിലും അതുപോലെ തന്നെ ജൂൺ 2023 ഒരുപോലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസംബർ 2002 നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്ക്യൂനസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ജൂൺ 2023 ഡിസംബർ 23 ഒരുപോലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഡിസിഷൻ തിയറി ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ഡിസംബർ 2022 23 എല്ലാ എക്സാംസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കോറിലേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ 2022 ഡിസംബറിലും അതുപോലെ തന്നെ 2023 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. സാമ്പിളിംഗ് മെത്തേഡ്സിലേക്ക് കടക്കുവാണെങ്കിൽ അത് നമുക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ 2022 മുതൽ 23 2 സെമസ്റ്ററുകളിലായിട്ട് നടന്നിട്ടുള്ള എക്സാംസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരു സമ്മറി ഓഫ് പ്രഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രഡിക്റ്റ് ചെയ്യാവുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് ഈ പറയുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമ്പാരൻസീവ് നോട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ കീ ഫോക്കസ് ഏരിയാസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എഗെയിൻ മോഡ് ആൻഡ് മോഡൽ ക്ലാസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അരിത്തമെറ്റിക് മീൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ക്യൂനെസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ ഡിസിഷൻ തിയറിയും ഡിസിഷൻ അപ്രോച്ചും റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, കോറിലേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സാമ്പിളിംഗ് മെത്തേഡ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ നോക്കിയിരിക്കുക. അപ്പം ഈ ഒരു ടോപ്പിക്സിന് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പ്രയോറിറ്റി കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ കൺസെപ്റ്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, തറോലി നമ്മൾ എന്താണ് ആ കൺസെപ്റ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പാസ്റ്റ് പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. വിഷ്വൽ ആഡ്സ്, അതായത് നമ്മൾ ഇപ്പം എക്സാമ്പിൾസ്, അതായത് നമ്മൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡയഗ്രാംസും ചാർട്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, റെഗുലർലി റിവൈസ് ചെയ്ത് പോവുക. അതുപോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു MCO 22 എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ഇനി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് 100 മാർക്സിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട്
വരുന്നത് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന മോഡ് ആൻഡ് മോഡൽ ക്ലാസ് റിലേറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് റിലേറ്റ് ചെയ്ത് വരാവുന്നതാണ്. അരിത്തമെറ്റിക് മീൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനും അതിന്റെ എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീനിന്റെ കാൽക്കുലേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്യൂനെസിന്റെ കാൽക്കുലേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിസിഷൻ തിയറി എന്നുള്ളതും ഡിസിഷൻ ട്രീ അപ്രോച്ച് എന്താണെന്നുള്ളതും നമുക്ക് അതെങ്ങനെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് എക്സാമ്പിൾ സഹിതം നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഡിഫൈൻ കോറിലേഷൻ, എന്താണ് കോറിലേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. പോസിറ്റീവും നെഗറ്റീവും സീറോ കോറിലേഷൻസ് എന്താണ്, അത് സ്കാറ്റർ ഡയഗ്രാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ കാൽക്കുലേഷൻ പ്രോബ്ലവും നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റി, അതുപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ വേരിയസ് ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വിത്ത് എക്സാമ്പിൾസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ക്വാളിറ്റി കൺട്രോൾ ഓഫ് മാനേജർ, അതായത് എന്തൊക്കെയാണ് ക്വാളിറ്റി കൺട്രോൾസ്, അല്ലെങ്കിൽ നമുക്കൊരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ഐറ്റംസിൽ വരുന്ന പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതിൽ തന്നെ പ്രോബ്ലംസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 3 ഡിഫക്റ്റീവ് ഐറ്റംസ് ആവാം. അതായത് പെർട്ടിക്കുലർ ഐറ്റംസ് ഡിഫക്റ്റീവ് ആവുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് നമുക്കൊരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നത്. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതും വീണ്ടും തന്നെ ചോദിക്കാവുന്നതാണ്. ഈ ടോപ്പിക് റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കാവുന്നതാണ്. അതിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ മാർജിനൽ അനാലിസിസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, പൈലറ്റ് ടെസ്റ്റിംഗ് ആൻഡ് പ്രീ ടെസ്റ്റിംഗ്, ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് ആൻഡ് പ്രൊസീജിയർ, ടൈം സീരീസ് അനാലിസിസ്, ഇതെല്ലാം ഷോർട്ട് നോട്ട് കാറ്റഗറിയിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഹൈലി നമ്മൾ മാർക്സ് സ്കോർ ചെയ്യുന്ന ടോപ്പിക്സുകളിൽ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രയോറിറ്റി അനുസരിച്ച്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡും മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.